അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ. 4 ആൾ പൊക്കത്തിൽ 7 മീറ്റർ ഉയരമുള്ള മതിൽ, 1.5 മീറ്ററുള്ള ഇലക്ട്രിക് ഫെൻസിംഗ്, മുഴുവൻ സമയം CCTV നിരീക്ഷണം. അവിടെ നിന്നും ഒരു തടവ് പുള്ളിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതും ഒറ്റക്കയ്യനായ ഒരു കൊടും കുറ്റവാളിക്ക്. സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. അയാൾ ജയിൽ ചാടിയതറിഞ്ഞ് പോലീസും നാട്ടുകാരും വല വിരിച്ച് തിരച്ചിൽ നടത്തിയ മണിക്കൂറുകൾ. പുലർച്ചെ 1 മണി മുതൽ രാവിലെ 11 വരെ നീണ്ട നാടകീയ സംഭവങ്ങൾ. എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്? ആരാണ് രക്ഷപ്പെടാൻ അയാൾക്ക് സഹായം നൽകിയത്? ദിവസങ്ങൾ നീണ്ട ആസൂത്രണം, ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വരുത്തിയ രൂപമാറ്റം, കേസിന്റെ നാൾവഴികൾ എന്നിവയുൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലയാളികളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു പകൽ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് കേട്ടത് മുതൽ പെൺമക്കളുള്ള അമ്മമാരുടെ ഉള്ളിൽ തീയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുലർച്ചെ 1 മണിയോടെ രക്ഷപ്പെട്ട ആ കൊടും കുറ്റവാളി ട്രെയിനിൽ നാടുവിട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുമ്പോൾ രാവിലെ 10 മണിയോടെ ആശ്വാസ വാർത്ത. ജയിലിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീട് വളഞ്ഞത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും ജയിലിനുള്ളിൽ നിന്ന് പ്രതിക്ക് സഹായം ലഭിച്ചിരിക്കാമെന്നും ആക്ഷേപമുണ്ട്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം ബ്ലോക്കിൽ 4-ാം നമ്പർ സെല്ലിലായിരുന്നു കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിലെ 2 കമ്പികൾ അറുത്തുമാറ്റി. പുലർച്ചെയാണ് ജയിൽ ചാടിയത്. ഇക്കാര്യം ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് മണിക്കൂറുകൾ വൈകി. നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ന് രാവിലെ കാലത്തെ 4:15 ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി എന്ന തടവുകാരെ ജയിലിൽ ചാടിയിട്ടുണ്ട്. സംഭവം പുറത്തറിഞ്ഞതോടെ മുക്കിലും മൂലയിലും പരിശോധന. ജയിൽ ചാടുമ്പോൾ ഗോവിന്ദച്ചാമി ഉപയോഗിച്ച തലയിണ ലഭിച്ചു. അതിന്റെ മണം പിടിച്ച പോലീസ് നായ നീങ്ങിയത് തളാപ്പ് ഭാഗത്തേക്ക്. ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞതാണ് നിർണായകമായത്. ഗോവിന്ദച്ചാമി എന്ന് ദൃക്സാക്ഷി വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയ ശേഷം ഇടവഴിയിലേക്ക് ഓടിമറിഞ്ഞു. ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞ VM വിനോജ് എന്നയാൾ ടൗൺ പോലീസിനെ വിവരമറിയിച്ചു. അപ്പം ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇടത് സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് നോക്കി നോർമലി അങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ഇന്ന ആളാണോ, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് തിരിയുമ്പോഴേക്കും ആളെ വിളിച്ചപ്പോഴേക്കും ആൾ തൊട്ടെന്ന് തന്നെ പേര് വിളിച്ചു. ഇതാ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ ഉടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇല്ല ഉടനെ തന്നെ ഞങ്ങൾ എൻ്റെ കൂടെയുള്ള ആൾ അവിടെ വരെ ചെന്ന് നോക്കും. അവനെ മതിലിനുള്ളിൽ കാട്ടിലൂടെ അങ്ങോട്ടേക്ക് ഓടി. ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. DCC ഓഫീസിന് മുൻവശത്തുകൂടി ഗോവിന്ദച്ചാമി പോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നതോടെ ഇയാൾ സമീപത്തെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു. DCC ഓഫീസിന് സമീപത്തുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന്റെ പിറകുവശത്തെ കിണറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. പിന്നെ സാഹസികമായ പിടികൂടൽ. മൂന്ന് മണിക്കൂറിലധികമാണ് ഗോവിന്ദച്ചാമി കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയത്.
ന്യൂസ് 18 കണ്ണൂർ. ഹൈടെക് സംവിധാനമടക്കമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി പുറത്തു കടന്നത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തോടെയാണ്. പുറത്തിറങ്ങിയാൽ തിരിച്ചറിയാതിരിക്കാൻ ഷേവിംഗ് അലർജിയാണെന്ന് പറഞ്ഞ് താടി നീട്ടി വളർത്തി. ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയായി കുറച്ചു. ബ്ലേഡ് പോലുള്ള ആയുധം സംഘടിപ്പിച്ച് ദിവസങ്ങളോളം എടുത്ത് സെല്ലിൻ്റെ കമ്പി മുറിച്ചു മാറ്റി. 7 മീറ്റർ ഉയരമുള്ള ജയിൽ കോമ്പൗണ്ട് മതിലും ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ടായിട്ടും ഇവയെല്ലാം മറികടന്ന് പുറത്തെത്തി. ജയിൽ ചാട്ടം അർദ്ധരാത്രി 1:15 ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ 5. രാവിലെ 7 പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നു. 10 മണിയോടെ ജയിലിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കിണറ്റിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പൊക്കിയെടുക്കുന്നു. കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിൽ നിന്നും ഗോവിന്ദചാമി പുറത്തു കടക്കാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണം. എന്നാൽ അതീവ സുരക്ഷയുള്ള ഹൈടെക് സംവിധാനമുള്ള ജയിലിൽ നിന്നും എങ്ങനെ ഒറ്റക്കയ്യനായ ഒരാൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പുറത്തെത്താനാകും എന്നതാണ് ചോദ്യം. ഇതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചുവെന്നാണ് പരിശോധിക്കേണ്ടത്. സഹതടവുകാർ മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടാവണം. നിരവധി വീഴ്ചകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ജയിൽ അധികൃതരാണ്. സെല്ലിലെ കമ്പികൾ മുറിക്കാനുള്ള ആയുധങ്ങൾ ഗോവിന്ദചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ജയിൽ CCTV നിരീക്ഷിക്കേണ്ടവരും പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും എവിടെയായിരുന്നു? 3 മതിലുകൾ ചാടിക്കടന്നു വേണം ഗോവിന്ദചാമിക്ക് പുറത്തെത്താൻ. ഈ സമയമൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എന്ത് ചെയ്യുകയായിരുന്നു? 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പുലർച്ചെ 1:15 ഗോവിന്ദചാമി പുറത്തിറങ്ങി. ഇവിടെ വെളിച്ചമില്ലായിരുന്നു. CCTV ഉള്ളത് വരാന്തയിൽ മാത്രം. 3 മതിലുകൾ ചാടിക്കടക്കാൻ എടുത്ത 4 മണിക്കൂർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ജയിലിൽ വെള്ളവസ്ത്രങ്ങളാണ് തടവു പുള്ളികൾക്ക് നൽകുക. എന്നാൽ ജയിൽ ചാടിയ ഗോവിന്ദചാമി കറുത്ത ഷർട്ടും പിന്നീട് വെള്ളവസ്ത്രവും മാറിയതെങ്ങനെ? ഇയാൾക്ക് വസ്ത്രം എവിടെ നിന്ന് കിട്ടി? ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നുവെന്നും 1:10 വാർഡൻ ടോർച്ചടിച്ച് പരിശോധിച്ചപ്പോൾ ഗോവിന്ദചാമി ചുവരിനോട് ചേർന്ന് പുതച്ചുമൂടി കിടന്നുറങ്ങുകയായിരുന്നുവെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിൽ ചാടിയപ്പോൾ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ തലയിണ താഴെയിട്ടുവെന്നും ഇത് മണം പിടിച്ചാണ് പോലീസ് നായ ഇയാളിലേക്ക് എത്തിയതെന്നും അധികൃതർ. ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയിട്ടാണ് ചാടിയിരിക്കുന്നത്. ബാക്കി അതിനുശേഷം പുറത്തോട്ട് എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും വ്യാപകമായ അതെ, ജയിലിന്റെ അടിസ്ഥാനത്തിലുള്ള CCTV പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പ്രത്യേകിച്ചിട്ട് കറുത്ത ഷർട്ട്, കറുത്ത പാന്റ് തുടങ്ങിയ ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ DGPയുടെ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നതും ഗൌരവം കൂട്ടുന്നു. ജയിൽ ചാടാനായി ഗോവിന്ദചാമി മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. മാസങ്ങളായി കഴിച്ചത് ചപ്പാത്തി മാത്രം. ഇതിനായി ഡോക്ടറിൽ നിന്നും പ്രത്യേക അനുമതിയും വാങ്ങി. ശരീരഭാരം പകുതിയായി കുറച്ചു. കമ്പിക്കുള്ളിലൂടെ കടക്കണമെങ്കിൽ തടിച്ച ശരീരമുള്ളയാൾക്ക് സാധിക്കില്ല. ഇതായിരുന്നു ലക്ഷ്യം. ന്യൂസ് 18 കണ്ണൂർ. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി എങ്ങനെയാണ് 4 ആൾ പൊക്കമുള്ള ജയിലിൽ നിന്ന് പുറത്തെത്തിയത്? അയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കുമോ? സെല്ലിലെ കമ്പി മുറിക്കാനുള്ള ആയുധം മുതൽ മാറിയിടാനുള്ള ഷർട്ടുകൾ വരെയും ഗോവിന്ദചാമിക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട്. മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തി കൊടും കുറ്റവാളി ജയിൽ ചാടിയത് ഉദ്യോഗസ്ഥരുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഗുരുതര വീഴ്ചയെന്നാണ് ആരോപണം. ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ട് മാത്രം സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് പ്രതികളാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു.
CPM പ്രവർത്തകരായ തടവുകാർക്ക് നിയമവിരുദ്ധമായി പല സഹായങ്ങളും ലഭ്യമാകുന്നുവെന്ന് നേരത്തെ ആക്ഷേപമുള്ള ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിന് തെളിവുകളും പുറത്തു വന്നതാണ്. അവിടെയാണ് വീണ്ടും ഒരു ഗുരുതര വീഴ്ച. എല്ലാ സുരക്ഷാ കവചങ്ങളും ഭേദിച്ച് കുപ്രസിദ്ധനായ ക്രിമിനൽ ഗോവിന്ദചാമി പുറത്തെത്തി. ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് ആശ്വാസമെങ്കിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ഉണ്ടായ സംഭവം ജയിൽ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടാണ്. തടവുകാർക്ക് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന ആക്ഷേപത്തിന് കൂടുതൽ ബലം പകരുന്നതാണ് ഈ സംഭവം. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയുള്ള വകുപ്പുകൾ കൂടി ഇതോടെ സിസ്റ്റം തകരാറിന്റെ പരിധിയിൽ വന്നിരിക്കുന്നു. ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിലുള്ളത്. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു, ഏകാന്ത തടവായിരുന്നു. അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി എവിടെ നിന്നാണ്, തുണി കൊണ്ട് ഇത്രയും വലിയ മതിലുമ്മ ചാടി കടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടി അത് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ്. ഞങ്ങളിത് ഗോവിന്ദചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMൻ്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ്, ഭീഷണിയിലാണ്. അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു. യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചാടാൻ അവസരമൊരുങ്ങിയത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ, അതിന് ഉത്തരം പറയണം, അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ്. ഇത് ജയിലധികാരികളുടെ, വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ്. ജയിലിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവരെയും നൈറ്റ് ഓഫീസർ റിജോയെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ റേഞ്ച് IG സംഭവം അന്വേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18. കേരളം ഏറ്റവും വെറുക്കപ്പെട്ടവനായി കാണുന്ന കൊടും കുറ്റവാളി, ട്രെയിനിൽ ഭിക്ഷാടനവും പിടിച്ചുപറിയുമായി നടന്നിരുന്ന ഈ ഒറ്റക്കയ്യൻ മലയാളികൾക്ക് പേടി സ്വപ്നമാണ്. 2011 ഫെബ്രുവരി 1 ഗോവിന്ദചാമി എന്ന പേര് നമ്മൾ ആദ്യമായി കേട്ടത്. കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ക്രിമിനലാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് അയാൾ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഷൊർണൂർ സ്വദേശിനിയായ സൗമ്യയെ ട്രെയിനിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് തൃശൂർ അതിവേഗ കോടതി തൂക്കുകയർ വിധിച്ചതാണ്. പിന്നീട് ഹൈക്കോടതി ആ വിധി ശരിവെച്ചെങ്കിലും കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ പ്രോസിക്യൂഷന് പിഴച്ചു.
2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്ന് ഷൊർണൂർക്ക് പോകുകയായിരുന്ന ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി എന്ന ഒറ്റക്കയ്യൻ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായി പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞു. ചോരവാർന്ന് അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ഗോവിന്ദചാമി ക്രൂരപീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ആക്രമണത്തിൽ സൗമ്യയുടെ താടിയെല്ല് തകരുകയും പല്ലുകൾ അടർന്നു പോകുകയും ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും ക്ഷതമേറ്റിരുന്നു. പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുമ്പോൾ ചെറുത്തുനിൽപ്പിനായി സൗമ്യ മാന്തി മുറിച്ചതിന്റെ 27 പോറലുകൾ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു. തൃശൂർ അതിവേഗ കോടതിയിൽ 11 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് കരുതിയ വിചാരണ നടപടികൾ 5 മാസം കൊണ്ടാണ് പൂർത്തിയായത്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. ആകെ 82 സാക്ഷികളെയാണ് പ്രതിഭാഗം വിസ്തരിച്ചത്. 43 തൊണ്ടിയും 101 രേഖകളും കേസിലേക്കായി കോടതിയിൽ സമർപ്പിച്ചു. 1000 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. തൃശൂർ അതിവേഗ കോടതിയിൽ നടന്ന ഈ കേസിന്റെ വിചാരണയിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങളിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയവ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതായി ജഡ്ജി പ്രസ്താവിച്ചു. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണിതെന്ന് കോടതി കണ്ടെത്തി. കേരള സമൂഹത്തെ തന്നെ ഞെട്ടിച്ച ഇത്രത്തോളം ക്രൂരമായ കുറ്റകൃത്യത്തിൽ പ്രതിയായ ഗോവിന്ദചാമിക്ക് 2011 നവംബർ 11 വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും തൃശൂർ അതിവേഗ കോടതി വിധിച്ചു. കേരള ഹൈക്കോടതി തൃശൂർ അതിവേഗ കോടതിയുടെ വിധിന്യായം ശരിവെക്കുകയുണ്ടായി. കേസ് അന്വേഷിച്ച പോലീസുകാരും ഇവിടെ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും വാദിച്ച അഭിഭാഷകരുമൊക്കെ സൗമ്യയുടെ ആത്മാവിനോട് പൂർണ്ണമായും ആത്മാർത്ഥത കാട്ടാൻ ശ്രമിച്ചു. എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആകെ മാറിമറിഞ്ഞു. 2016 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും പീഡനത്തിന് നൽകിയ ജീവപര്യന്തം തടവ് നിലനിർത്തുകയും ചെയ്തു. വധശിക്ഷ ലഭിക്കാനുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. യുവതി സ്വയം ചാടിയതോ തള്ളിയിട്ടതോ എന്ന കാര്യം വ്യക്തമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച തൂക്കുകയർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രതിക്ക് നിഷ്പ്രയാസം അഴിച്ചെടുക്കാനായി. അപ്പീലിൽ സുപ്രീം കോടതിയിൽ കൊലപാതക കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെ വധശിക്ഷ 7 വർഷത്തെ കഠിന തടവായും ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്ത തടവ് ശിക്ഷയായും സുപ്രീം കോടതി ഇളവ് ചെയ്തു. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമെന്നായിരുന്നു വിധി. 2017 ഏപ്രിലിൽ സർക്കാർ നൽകിയ പിഴവ് തിരുത്തൽ ഹർജിയും സുപ്രീം കോടതി തള്ളി. അങ്ങനെ സൗമ്യയ്ക്ക് നീതി കിട്ടിയെന്ന് വിലയിരുത്തിയ കേസിൽ നീതി നിഷേധമുണ്ടായി എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 2011 ഫെബ്രുവരി 1 പെൺമക്കളുള്ള അമ്മമാരുടെ ഉള്ളു പിടഞ്ഞ ദിവസമാണ്. ഗോവിന്ദചാമിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സൗമ്യയുടെ അമ്മ സുമതിയുടെ മുഖമാണ്. മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തിയ സാധുവായ സ്ത്രീ. ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത അറിഞ്ഞതു മുതൽ ആ അമ്മയുടെ ഉള്ളിൽ ഭയമായിരുന്നു. ഇനി ഒരു മകൾക്കും സൗമ്യയുടെ ഗതി ഉണ്ടാകരുതെന്നായിരുന്നു പ്രാർത്ഥന. ഒരാളുടെ സഹായമില്ലാതെ ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് കഴിയില്ലെന്നും പ്രതിക്ക് നൽകേണ്ടത് വധശിക്ഷയാണെന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. എന്റെ കൈയും കാലും വിറയ്ക്കുന്നു, അവനെ ഉടൻ പിടിക്കണം. ഗോവിന്ദചാമി ജയിൽ ചാടിയതറിഞ്ഞ ശേഷമുള്ള സൗമ്യയുടെ അമ്മയുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. ഒരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയവരാണ്. ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായി. ഇത്രയും വലിയ ജയിൽ അയാൾ എങ്ങനെ ചാടി? അതിന് സഹായം ലഭിച്ചിരിക്കും. ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത അറിഞ്ഞതു മുതൽ
പിടികൂടുന്നതുവരെ ഭയമായിരുന്നുവെന്ന് അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ അനുഭവിച്ച വേദന ഇനിയൊരമ്മയും ഈ ലോകത്തിൽ കഴിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത്രയേറെ നമ്മൾ അത് ഒരു ദുഃഖമായ ഒരു കാര്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഇവൻ ജയിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുക, എത്ര സ്ത്രീകളുടെ ജീവിതം എന്തായി പോകും എന്നുള്ളൊരു വല്ലാത്തൊരു ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമങ്ങൾ മൊത്തം എനിക്കതായിരുന്നു. ഒരാളുടെ സഹായമില്ലാതെ ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് കഴിയില്ല. സഹായിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സുമതി പറഞ്ഞു. പ്രതിക്ക് നൽകേണ്ടത് വധശിക്ഷയാണെന്നും സൗമ്യയുടെ അമ്മ. ഈ ഗോവിന്ദചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്. അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സൗമ്യക്കുണ്ടായ അവസ്ഥ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത്. ഇത്രയും കൊടുങ്കുറ്റവാളിയെ വെറുതെ വിടാൻ പാടില്ല എന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പല കുടുംബങ്ങളിലും സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത് സ്വത്ത് തർക്കമാണ്. പാരമ്പര്യമായി ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർ തമ്മിലാകും ഒരു തുണ്ട് സ്വത്തിന് വേണ്ടി തമ്മിലടിക്കുന്നത്. ഇടുക്കി ചെമ്മണ്ണാറിൽ അനുജൻ ജ്യേഷ്ഠനെയും ഭാര്യയെയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചതും സ്വത്ത് തർക്കത്തെ തുടർന്നാണ്. ചെമ്മണ്ണാർ സ്വദേശികളായ സണ്ണിക്കും ഭാര്യ സിനിക്കുമാണ് വെട്ടേറ്റത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് സണ്ണിയുടെ സഹോദരൻ ബിനോയ് ഇരുവരെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മണ്ണാർ വലിയ പറമ്പിൽ സണ്ണിക്കും ഭാര്യ സിനിക്കുമാണ് വെട്ടേറ്റത്. സണ്ണിയുടെ അനുജൻ ബിനോയ് ഇരുവരെയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. വെട്ടേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിനു ശേഷം കടന്നുകളഞ്ഞ ബിനോയിയെ വട്ടപ്പാറയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് പിടികൂടി. സ്വത്തുതർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. 2023 മെയ് മാസത്തിൽ സണ്ണിയുടെ ഭാര്യ സിനിയെ ബിനോയ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിനുശേഷം അതേ വർഷം ജൂലൈയിൽ സണ്ണിയും സിനിയുടെ സഹോദരനും ചേർന്ന് ബിനോയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. മദ്യപിച്ച് ലക്ക് കിട്ടുകഴിഞ്ഞാൽ രക്തബന്ധങ്ങൾ പോലും മറക്കുന്നവരുണ്ട്. പിന്നെ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പ്രകോപിതരാകും. ഒടുവിൽ ചോരക്കളമാകുന്ന വീടുകൾ. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി രതീഷിനെ സഹോദരൻ മഹേഷ് കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലാണ്. ഇരുവരും പതിവായി ലഹരി ഉപയോഗിക്കുന്നവരാണ്. കഴിഞ്ഞ രാത്രി വീട്ടിലെത്തി സഹോദരിയോട് പണം ആവശ്യപ്പെട്ടതിൽ തുടങ്ങിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ സഹോദരൻ മഹേഷിനെ ചിറയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ ഇരുവരുടെയും സഹോദരിയുടെ വീട്ടിന് മുൻപിലായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട രതീഷിന്റെ ജ്യേഷ്ഠനാണ് മഹേഷ്. ചെറിയ രീതിയിൽ തുടങ്ങിയ വാക്കുതർക്കം കൊലപാതകത്തിൽ അവസാനിക്കുകയായിരുന്നു. സഹോദരിയെ രതീഷ് അസഭ്യം പറഞ്ഞതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. കുടുംബ വീടിന് സമീപത്തായാണ് സഹോദരങ്ങൾ താമസിക്കുന്നത്. ഇരുവരും ലഹരി ഉപയോഗിച്ച് പതിവായി ബഹളമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സഹോദരിയോട് പണം ആവശ്യപ്പെട്ടു തുടങ്ങിയ സംസാരം തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. മഹേഷ് രതീഷിനെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി രതീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. സംഭവസ്ഥലത്തു നിന്ന് തന്നെ പോലീസ് മഹേഷിനെ പിടികൂടുകയും ചെയ്തു. കൊല്ലപ്പെട്ട രതീഷിന് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പെണ്ണിൻ്റെ മാനം വിറ്റ് കാശുണ്ടാക്കുന്ന ചില OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. അൾട്ട്, ഉല്ലു, ബിഗ് ഷോട്ട്സ് ആപ്പ്, ഹിറ്റ് പ്രൈം എന്നീ ആപ്പുകൾ ലൈംഗികത ഉള്ളടക്കമാക്കി പ്രവർത്തിക്കുന്നതാണ്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന പരാതി ഉയർന്നതോടെ ഈ ആപ്പുകൾക്ക് പൂട്ടുവീണു.
25ഓളം OTT പ്ലാറ്റ്ഫോമുകൾക്കും വെബ്സൈറ്റുകൾക്കും കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ഇവയുടെ പ്രദർശനം തടയണമെന്ന് ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IT ആക്ട് പ്രകാരം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് അശ്ലീല ഉള്ളടക്കം നിറഞ്ഞ 25ഓളം ആപ്പുകൾക്കും സൈറ്റുകൾക്കും വിലക്കേർപ്പെടുത്തിയത്. ഉല്ലു ബിഗ് ഷോട്ട് ആപ്പ്, ദേശി ഫ്ലിക്സ്, ബൂമെക്സ്, നവരസ ലൈവ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കാണ് നിരോധനം. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചതിനെ തുടർന്ന് യെസ്മ ഉൾപ്പെടെ 18ഓളം OTT പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്രം നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ 19 വെബ്സൈറ്റുകളും 57 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അന്ന് നടപടി നേരിട്ടിരുന്നു. അശ്ലീല ഉള്ളടക്കം നിറഞ്ഞ OTT പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പാർലമെന്റ് അംഗങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പരാതികൾ വ്യാപകമായതോടെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. എന്നാൽ നടപടികൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അശ്ലീല ഉള്ളടക്കം നിറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ പെരുകുകയും ചെയ്തു. ഈ പ്ലാറ്റ്ഫോമുകൾ അവരുടെ വെബ്സൈറ്റിലേക്കും ആപ്പുകളിലേക്കും ആളുകളെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ന്യൂസ് 18 ഡൽഹി. പാലക്കാട് മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ റാഗിംഗ് കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺസ് ഇട്ടില്ലെന്ന് പറഞ്ഞ് 2ാം വർഷ BBA വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. മുഹമ്മദ് സലാം, മുഹമ്മദ് ഇജാൽ, അതുൽ സമാൻ, സൽമാൻ എന്നീ സീനിയർ വിദ്യാർത്ഥികളെ കൂടാതെ കോളേജിലെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നേരത്തെ 3 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഷർട്ടിലെ ബട്ടൺ ഇടാത്തതിന് കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥി മിൻഹാജിനെ 3ാം വർഷ വിദ്യാർത്ഥികളായ 4 പേർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഷർട്ടിന്റെ ബട്ടൺ ഇടാതെ പോകില്ലെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും തല ഗേറ്റിൽ പിടിച്ചിടിക്കുകയും ചെയ്തതായി മിൻഹാജ് പറയുന്നു. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കൈകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ മുഹമ്മദ് സലാം, മുഹമ്മദ് ഇജ്ലാൽ, അതുൽ സമാൻ, സൽമാൻ എന്നിവർക്കെതിരെയാണ് കേസ്. കോളേജിലെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ സംഘം ചേർന്ന് വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് FIR. 3 പേരെയും കോളേജ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു ഈ ക്രൂരത കോളേജിൽ നടന്നത്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ മിൻഹാജ് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം പുനലൂരിൽ മോഷണം തുടർക്കഥയാണ്. വീടുകൾ കേന്ദ്രീകരിച്ചു മാത്രമല്ല, ആരാധനാലയങ്ങളിലും കവർച്ച പതിവാകുന്നു. പുനലൂർ അടിവയലിൽ മുഹൂർത്തിക്കാവ് ക്ഷേത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ വഞ്ചികൾ കുത്തിത്തുറന്ന് പണം അപഹരിക്കുകയും ഭക്തർ നേർച്ചയായി സമർപ്പിച്ച വിളക്കുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ CCTVയിൽ പതിഞ്ഞ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. പാതിരാത്രി ക്ഷേത്രത്തിനുള്ളിലെത്തിയ മോഷ്ടാവ് ആദ്യം കാണിക്ക വഞ്ചികൾ തകർത്ത് അതിനുണ്ടായിരുന്ന നാണയങ്ങൾ മാറ്റി നോട്ടുകൾ അപഹരിക്കുകയായിരുന്നു. പിന്നീട് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള മൂർത്തി നടയിൽ സൂക്ഷിച്ചിരുന്ന വിളക്കും അപഹരിച്ചു. കൂടാതെ ക്ഷേത്രത്തിൽ പണവും മറ്റും സൂക്ഷിക്കുന്ന അർച്ചന കൗണ്ടറിന്റെ പിൻഭാഗം കമ്പിപ്പാര ഉപയോഗിച്ച് തകർത്ത് ഉള്ളിൽ കടന്ന് അലമാര ഉൾപ്പെടെ കുത്തിത്തുറക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. ഇന്നലെ വെളുപ്പിന് 12 മണിക്ക് ശേഷം കണ്ടാൽ പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി ക്ഷേത്രത്തിൻ്റെ മുൻവശം വഴി പ്രവേശിക്കുകയും ബാക്ക് വശത്തുകൂടി ക്ഷേത്രത്തിലെത്തി വഞ്ചിപ്പെട്ടികളും അതുപോലെ തന്നെ പുറത്ത് മൂർത്തിനടയിലുള്ള വിളക്കും എടുത്തുകൊണ്ട് പോവുകയും
വഞ്ചിയിൽ നിന്ന് നാണയം ഉപേക്ഷിക്കപ്പെട്ട രീതിയിലും നോട്ടുകൾ മോഷ്ടാവ് കൊണ്ടുപോയിട്ടുള്ളതായിട്ടുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ അർച്ചന കൗണ്ടറിൻ്റെ ബാക്ക് വശം പാര കൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുള്ളതായും അതിനകത്ത് പ്രവേശിക്കുകയും അകത്ത് കയറിയതിന് ശേഷം ചിതിരവിതിരമാക്കിയിടുകയും എന്നാൽ അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സമീപത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്ന ഭാഗത്തു നിന്നാണ് കമ്പിപ്പാരകൾ എടുത്തത് എന്നാണ് സൂചന. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 പുനലൂർ. വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന സംഘം കൊല്ലം പുനലൂർ മേഖലയിൽ സജീവമാണ്. രാത്രിയായാൽ മൃഗവേട്ടക്കാർ ബൈക്കിൽ സ്ഥലത്തെത്തും. പിന്നീട് ചക്കമടൽ കൊടുത്ത് അടുത്തു വരുത്തി വാഹനമിടിപ്പിച്ച് മൃഗങ്ങളെയും കൊണ്ട് സ്ഥലം വിടും. ഇതാണ് മൃഗവേട്ട സംഘത്തിൻ്റെ രീതി. പിറവന്തൂർ വാഴത്തോപ്പ് തടി ഡിപ്പോയ്ക്ക് സമീപമാണ് പുതിയ തരത്തിലുള്ള മൃഗവേട്ട സജീവമായിരിക്കുന്നത്. പുന്നലയിലുള്ള ഒരു കുടുംബത്തിന്റെ വകയാണ് മൃഗങ്ങളെല്ലാം. കാളയും പശുവും ഉൾപ്പെടെ 15 എണ്ണം വനം കയറിയതാണ്. ഇവ വനത്തിൽ പെറ്റുപെരുകി പിന്നീട് 50-ന് പുറത്തായി. നിലവിൽ ഈ മൃഗങ്ങളെല്ലാം ഇപ്പോൾ വനംവകുപ്പിന്റെ സ്വത്താണ്. ഇവ കൂട്ടത്തോടെ കൃഷി നശിപ്പിക്കാൻ എത്തുന്നതിനാൽ പ്രദേശവാസികൾ പരാതിയുമായി എത്തി. അതോടെ വനംവകുപ്പ് ഈ മൃഗങ്ങളെല്ലാം കൈയൊഴിഞ്ഞു. ഇതും മൃഗവേട്ട സംഘത്തിന് കൂടുതൽ സഹായകമായി. സന്ധ്യ കഴിഞ്ഞാൽ ബൈക്കിലെത്തുന്ന മൃഗവേട്ടക്കാർ ഡിപ്പോയോട് ചേർന്നുള്ള മതിലിന് സമീപം ചക്കമടൽ വിതറും. ചക്കമടൽ തിന്നാൻ ഡിപ്പോയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വരുന്ന മൃഗത്തിനെ അവിടെ കാത്തു നിൽക്കുന്ന വണ്ടി ഉപയോഗിച്ച് ഇടിച്ചിട്ട് എടുത്തുകൊണ്ടുപോകും. ഇറച്ചി കച്ചവടക്കാരാണ് ഇതിനു പിന്നിലെന്നും ചോദ്യം ചെയ്തപ്പോൾ ഇവർ സംഘം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പ്രദേശവാസികൾ പറയുന്നു. നിരന്തരമായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ചക്കമടലും ചക്കക്കുരു എല്ലാം അവിടെ വന്ന് കിടക്കുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പം ഈ മലയിൽ ഇങ്ങനെ അനാഥയായിട്ട് കിടക്കുന്ന കന്നാലികളെ വഹിക്കാനുള്ള ഇതാണെന്നാണ് ഞങ്ങളുടെ സംശയം. അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ 2 കന്നാലികൾ രാവിലെ കയറിപ്പോകുന്ന സ്ഥലങ്ങളിലാണ് ഈ ചക്കമടലും ചക്കക്കുരു കൊണ്ടിടുന്നത്. ആ ചക്കക്കുരുവും ചക്കമടലും കിടന്ന് സ്കൂട്ടറുകാർക്ക് മറിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത്രയും അന്വേഷിക്കേണ്ടി വന്നത്. എന്തോ കാരണമെന്ന്. മുൻപ് ഇവിടെ വാഹനത്തിൽ കിടന്നുറങ്ങിയ ഡ്രൈവറെ കൊലപ്പെടുത്തി മോഷണം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് അസമയങ്ങളിൽ ചെറിയ വാഹനങ്ങൾ ഇവിടെ നിർത്താറില്ല. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മൃഗവേട്ടക്കാർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. 10-15 പശുക്കളുണ്ട്, ചെറിയ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് ഇതിനകത്ത്. ഇത് പുന്നലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയിരുന്നു ഈ കന്നുകാലികളെല്ലാം കൂടെ. അത് വനത്തിനുള്ളിൽ കിടന്ന് ഇത് പെറ്റുപെരുകി ഏതാണ്ട് 50-60ഓളം ആയി. ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞെങ്കിലും. പിന്നെ ഇത് നാട്ടുകാരുടെ കൃഷി ഇറങ്ങി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതിയും കൊണ്ട് പോയതാണ്. പരാതിയും കൊണ്ട് പോയപ്പോൾ അവർ പറയും ഞങ്ങളുടെ അല്ലെന്നും പറയും, അവർ എഴുതി കൊടുത്തു. ന്യൂസ് 18 പുനലൂർ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തിക്കുന്നതിൽ പ്രധാനികൾ അന്യസംസ്ഥാനക്കാരാണ്. പ്ലൈവുഡ് സ്ഥാപനങ്ങളിലും നിർമ്മാണ മേഖലകളിലുമെല്ലാം തൊഴിൽ ചെയ്യുന്നവർ ലഹരി ഇടപാടുകാരായി പ്രവർത്തിക്കുന്നുണ്ട്. അടൂർ KSRTC സ്റ്റാൻഡിൽ പുകയില ഉൽപ്പന്നങ്ങളുമായി അസം സ്വദേശി പിടിയിലായതിന് തൊട്ടു പിന്നാലെ കൊല്ലത്തും വൻ ലഹരിവേട്ട നടന്നു. വാഹനത്തിൽ മിനറൽ വാട്ടർ കച്ചവടമെന്ന വ്യാജേന ലഹരി വസ്തുക്കൾ കടത്തിയ 2 പേരെ കൊട്ടിയം പോലീസാണ് പിടികൂടിയത്. പുലർച്ചെ കൊട്ടിയം മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മംഗലാപുരം സ്വദേശി സവാദ്, പൊന്നാനി സ്വദേശി അമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങൽ രജിസ്ട്രേഷനുള്ള ലോറിയിൽ മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പ്രതികൾ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. വാഹനം തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോൾ കുടിവെള്ളം കൊണ്ടുപോവുകയാണെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. മിനറൽ വാട്ടർ നിറച്ച ബോട്ടിലുകൾ എടുത്തുമാറ്റി പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ നിറച്ച് ഒളിപ്പിച്ച നിലയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. 225 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയായിരുന്നു.
കൊല്ലം തിരുവനന്തപുരം ഏരിയയിലെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ പരിസരവും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവന്നതാണ്. ഇതിൽ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതികൾ ഈ വണ്ടി കൊണ്ടുവന്ന ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് വാട്സാപ്പിൽ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഇവർ വണ്ടി അവിടെ ഇട്ടിട്ട് പോകും. അതിൻ്റെ ഏത് ഗോഡൗണിലേക്കാണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആളുകൾ വന്ന് ഈ വണ്ടി കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ട് തിരിച്ചിവിടെ വണ്ടി കൊണ്ടിട്ട് കൊടുക്കും. സോ അതിൽ ഇനി ബാക്കിയുള്ള കണ്ണികളെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡാൻസ് ഓഫ് സംഘം പതിയിരുന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ. മരിച്ച നേഘയുടെ ഭർത്താവ് ആലത്തൂർ തോണിപ്പാടം സ്വദേശി പ്രദീപിനെയാണ് ആലത്തൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രദീപിനെതിരെ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കലിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്ന കേസിൽ ഒരാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി അനസാണ് പിടിയിലായത്. ഇടമുളയ്ക്കൽ സ്വദേശിനി ഗിരിജയുടെ 2.5 പവൻ സ്വർണ്ണമാലയാണ് അനസും ഇയാളുടെ കൂട്ടാളിയായ മറ്റൊരു യുവാവും ചേർന്ന് ബൈക്കിലെത്തി പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ചുള്ള ആദിവാസി യുവതിയുടെ മരണം കാട്ടാൻ ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരണം. സീതയുടെ ശരീരത്തിലുണ്ടായിരുന്ന പരിക്കുകൾ ഇത്തരത്തിൽ സംഭവിച്ചതാണെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സീതയുടെ ഭർത്താവിനെയും കുട്ടികളെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഏതൊരു കുറ്റവാളിയുടെ ചരിത്രം പരിശോധിച്ചാലും അതിന് പിന്നിൽ മുറിവേറ്റൊരു ബാല്യമുണ്ടാകും. മാതാപിതാക്കളാൽ സ്നേഹം കിട്ടാത്ത കുട്ടിക്കാലം, അച്ഛൻ്റെ അമിത മദ്യപാനവും ക്രൂരപീഡനങ്ങളും, അമ്മയുടെ വഴിവിട്ട ജീവിതവും. ഇതൊക്കെ കണ്ടു വളർന്നവർ മനുഷ്യബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിക്കാറില്ല. നമ്മൾ മലയാളികൾ ഏറ്റവും വെറുക്കപ്പെട്ടവനായി കാണുന്ന സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിക്കും ഇതുപോലൊരു ദുരിത ബാല്യമുണ്ട്. തമിഴ്നാട് സേലത്തിന് സമീപം ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിൽ ഒരു സൈനികൻ്റെ മകനായി ജനിച്ചതാണ് ഗോവിന്ദചാമി. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി. കുടുംബസ്വത്ത് മുഴുവൻ വിറ്റുതുലച്ചു. പിന്നെ ഗുണ്ടാപ്പണിയും മോഷണവും. മദ്യപിച്ച് ലക്കുകെട്ടെത്തുന്ന അച്ഛൻ അമ്മയെയും മക്കളെയും ക്രൂരമായി മർദ്ദിക്കും. ഭർത്താവിൻ്റെ പീഡനം സഹിക്കാനാവാതെ അമ്മ മാനസിക രോഗിയായി. ഇതെല്ലാം ഗോവിന്ദചാമിയെ കുട്ടിക്കാലത്ത് തന്നെ വൈകൃതമുള്ള മനസ്സിനുടമയാക്കി. പിന്നീടാണ് അയാൾ കേട്ടാൽ പോലും അറപ്പും ഭയവും ഉളവാക്കുന്ന കൊടും ക്രിമിനലായി മാറിയത്. ഇതൊരു പക്ഷേ ഗോവിന്ദചാമിയുടെ മാത്രം കഥയാകില്ല. ബാല്യത്തിൽ മനസ്സിനേൽക്കുന്ന മുറിവ് കുട്ടികളെ ക്രിമിനലുകളാക്കാമെന്നാണ് ഇത്തരം കഥകൾ ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.